ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു MCQs Made Easy. ഇന്ന് ബാക്കി FSO എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ FSO എക്സാം സെപ്റ്റംബർ 29 കേരള PSC ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും പഠിക്കുക. അപ്പോൾ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. The protective agent in cryopreservation of bacterial cell. ബാക്ടീരിയൽ സെല്ലിൽ ക്രയോ പ്രിസർവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ഏജൻറ്റ് ഏതെന്നാണെന്ന് ചോദിച്ചേക്കുന്നത്. EDTA, DMSO, SDA, NADP. EDTA എന്താണെന്ന് നമുക്കറിയാം. അതൊരു ആൻറ്റി കോയാഗുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻ്റാണ്. അപ്പോൾ EDTA ഈഥൈൽ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡാണ് EDTA. DMSO എന്ന് പറയുമ്പോൾ ഡയമീഥൈൽ സൾഫോക്സൈഡാണ്. ഇത് DMSO ഒരു കളർലെസ് ലിക്വിഡാണ്. അതിന് പോളാർ ആൻഡ് നോൺ പോളാർ കമ്പോണൻസിനെ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഇത് വാട്ടർ പോലെയുള്ള ലിക്വിഡ്സിലൊക്കെ മിസിബിളാണ്. ഓക്കെ, പിന്നെ SDA എന്ന് പറയുന്ന സോഡിയം ഡൊഡക്കൈൽ സൾഫേറ്റ് ആണ്. അത് ഒരു ആനയോണിക് ഡിറ്റർജൻ്റ് ആണ്. അതിന് പ്രോട്ടീനെയൊക്കെ ഡീനാച്ചുർ ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ NADP എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറയുന്നത് DMSO ആണ്. അതായത് ബാക്ടീരിയൽ സെൽസിലൊക്കെ ക്രയോ പ്രിസർവേഷനിൽ പ്രൊട്ടക്റ്റീവ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് DMSO ആണ്, അതായത് ഡൈമീഥൈൽ സൾഫോക്സൈഡ്. എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് നമ്മുടെ സ്പെസിമെൻ സ്റ്റെയിൻ ചെയ്യുമ്പോൾ യുറനൈൽ അസറ്റേറ്റ് യൂസ് ചെയ്തേക്കുന്നത് ഈ തന്നിരിക്കുന്ന ഏത് മൈക്രോസ്കോപ്പിലാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്, കോൺഫോക്കൽ സ്റ്റെയിനിങ് ലേസർ മൈക്രോസ്കോപ്പ്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. അപ്പോൾ യുറനൈൽ അസറ്റേറ്റ് സ്റ്റെയിനിങ്ങിൽ ഏത് മൈക്രോസ്കോപ്പിക് സ്റ്റെയിനിങ്ങിലാണ് ഇവർ യുറനൈൽ അസറ്റേറ്റ് യൂസ് ചെയ്തേക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ആൻസർ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. അപ്പോൾ TMൽ സ്പെസിമെൻസിനെ സ്റ്റെയിൻ ചെയ്യണമെങ്കിലാണ് നമ്മൾ യുറനൈൽ അസറ്റേറ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഫുഡ് ഇൻടോക്സിക്കേഷൻ. അപ്പോൾ ഫുഡ് ഇൻടോക്സിക്കേഷൻ അപ്പോൾ നമുക്കറിയാം ഫുഡ് പോയ്സണിങ് രണ്ട് തരത്തിലുണ്ട്, ഫുഡ് ഇൻടോക്സിക്കേഷന്, ഫുഡ് ഇൻഫെക്ഷന്. ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകും, അവർ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോക്സിൻസ് പ്രസൻറ്റ് ചെയ്ത ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതാണ് ഫുഡ് ഇൻടോക്സിക്കേഷൻ. ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഫുഡിൽ പ്രസൻ്റ് ആയിരിക്കും, ആ ഫുഡ് നമ്മൾ കഴിക്കുന്നു. അപ്പോൾ നമുക്ക് ആ മൈക്രോ ഓർഗാനിസം നമ്മുടെ വയറിലെത്തിയിട്ട് അവിടെ മൾട്ടിപ്ലിക്കേഷനൊക്കെ നടന്നിട്ട് ഉണ്ടാവുന്നതാണ് ഫുഡ് ഇൻഫെക്ഷൻ. അതാണ് ഈ രണ്ട് കാര്യങ്ങളെയാണ് നമ്മൾ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് ബോട്ടുലിസം, സാൽമണലോസിസ്, കോളറ, ഗ്യാസ്ട്രോ എൻഡറൈറ്റിസ്. ബോട്ടുലിസമാണ് അതിൻ്റെ എക്സാമ്പിൾ അല്ല ആൻസർ എ ബോട്ടുലിസം. 54th question, Aspergillus ഈസ് യൂസ്ഡ് കൊമേഴ്സ്യലി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ്. അതിൽ Aspergillus എന്ന് പറയുന്നത് ഒരു ഫംഗസാണ്, ഒരു ഫിലമെൻ്റസ് ഫംഗസാണ്. അതിന് വേറൊരു പേരുണ്ട്, എറിത്രോമോസിയം ഗോയ്സ്പി. ഇവർക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈസ്റ്റ് ഉണ്ടല്ലോ, സക്കാരോമൈസസ് സെർവിയാസെ, അതിൻ്റെ ജീനുമായിട്ട് അവർക്ക് 90% സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇവർ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇവരെ ഈ ഈസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള സ്റ്റഡീസിലൊക്കെയാണ് ഈ ആസ്പിയഗോയ്സ്പിനെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ അല്ലാതെ വേറെ കുറേ ഉപയോഗങ്ങളൊക്കെ ഉണ്ട്, ഇതിന് കൊമേഴ്സ്യലി പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ആസ്പിയഗോയ്സ്പി ഈസ് യൂസ്ഡ് കൊമേഴ്സ്യലി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ്, എന്തിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്? ഗ്ലൂട്ടാമിക് ആസിഡ്, ഇൻവെർട്ടൈസ്, സയനോകൊബാലമൈൻ, റൈബോഫ്ലേവിൻ ഈസ് ആൻസർ. റൈബോഫ്ലേവിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ആസ്പിയഗോയ്സ്പി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവരുണ്ടാക്കുന്ന ഒരു ഡിസീസാണ് സ്റ്റിഗ്മാറ്റോമൈക്കോസിസ്. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റിഗ്മാറ്റോമൈക്കോസിസ് കോട്ടണിലാണ് ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത്. നെക്സ്റ്റ് ഈസ് എ 55th question. എൻറിച്ച്മെൻറ്റ് ഓഫ് ലേക്സ് ഡ്യൂ ടു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓർഗാനിക് ന്യൂട്രിയൻസ്. അപ്പോൾ ലേക്സിലൊക്കെ ഓർഗാനിക് ന്യൂട്രിയൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ
എൻറിച്ച്മെൻ്റ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. ആ കാരണം എന്താണ് സംഭവിക്കുന്നത്? ഹ്യൂമസ് ഫോർമേഷൻ, ബയോമാഗ്നിഫിക്കേഷൻ, യൂട്രോഫിക്കേഷൻ, നൈട്രോസിഫിക്കേഷൻ. യൂട്രോഫിക്കേഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ യൂട്രോഫിക്കേഷൻ ഡെഫിനിഷൻ തന്നെ ഇതാണ്. ഈ ലേക്സിലൊക്കെ ഓർഗാനിക് ന്യൂട്രിയൻസ് കൂടിയിട്ട് അവിടെ വേറെ ചെടികളൊക്കെ ലേക്സിൽ വളർന്നു നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് കാരണം ഓക്സിജൻ ഡിപ്ലീഷൻ നടന്നിട്ട് നമ്മുടെ അക്വാട്ടിക് ലൈഫിനൊക്കെ അത് ദോഷകരമായി ബാധിക്കാറുണ്ട്. Next is a 56th question. The sanitizer commonly used for the treatment of drinking water. Sodium nitrate, sodium hypochlorite, sodium sorbate, sodium metabisulfate. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിൽ ട്രീറ്റ്മെൻറ്റിൽ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന്? സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെമി പെരിഷബിൾ ഫുഡ്? ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് പെരിഷബിൾ ഫുഡ് എന്താണെന്ന് ആദ്യം നോക്കാം. പെരിഷബിൾ ഫുഡ് എന്ന് പറയുമ്പോൾ ഇവർ ലൈഫ് സ്പാൻ കുറവായിരിക്കും, ഇവർക്ക് സ്റ്റോറേജ് ഒക്കെ കൊടുക്കണം. അതായത് റെഫ്രിജറേഷനൊക്കെ വേണം. 4.4 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രോസൺ ടെമ്പറേച്ചറിലൊക്കെയാണ് ഈ പെരിഷബിൾ ഫുഡ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. പെരിഷബിൾ ഫുഡ്സിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ഡയറി പ്രോഡക്ട്സ്, മിൽക്ക്, മീറ്റ് ഒക്കെ, അതേപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ. ഇനി സെമി പെരിഷബിൾ ഫുഡുണ്ട്. അതായത് ഇവർക്ക് റെഫ്രിജറേഷൻ ഒന്നും തന്നെ ആവശ്യമില്ല, പക്ഷേ ഇവരെ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം. അതാണ് നമ്മുടെ പൊട്ടറ്റോ, ഒണിയനൊക്കെ. ഇനി നോൺ പെരിഷബിൾ ഫുഡ്സ് ഉണ്ട്. അതായത് അവർക്ക് പ്രത്യേകിച്ച് കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ സെറിയൽസൊക്കെ. ഇതാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചേക്കുന്നത് സെമി പെരിഷബിൾ ഫുഡ് ഏതാണെന്ന്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഫിഷ്, എഗ്ഗ്, മിൽക്ക്, പൊട്ടറ്റോ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ടെമ്പറേച്ചർ യൂസ്ഡ് ഇൻ HTST പാസ്ചറൈസേഷൻ ഈസ്. HTST പാസ്ചറൈസേഷൻ എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡ്സ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 72 ഡിഗ്രി ഇവിടെ ഫാരൻഹീറ്റിലാണ് ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 72 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ എങ്ങനെ ഫാരൻഹീറ്റ് ആക്കും? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസ്, അതായത് 72 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഏതാ? 161 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ ദിസ് ഈസ് ആൻസർ. നെക്സ്റ്റ് ഈസ് എ 59th question. Which of the following is not involved in the fermentation of sauerkraut? സോക്രൂട്ട് എന്താണെന്നറിയാം. ക്യാബേജ് ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് സോക്രൂട്ട്. ഒരു ഫെർമെൻറ്റഡ് പ്രോഡക്റ്റാണ് സോക്രൂട്ട്. എക്സാമ്പിൾസ് ലൂക്കോനോസ്റ്റോക്ക് മീസെൻട്രിയോയിഡ്സ്, ലാക്ടോബാസിലസ് പ്ലൻഡാറം, ലൂക്കോനോസ്റ്റോക്ക് ഡെൽബർക്കി, സ്ട്രെപ്റ്റോകോക്കസ് ഫിക്കാലിസ്. ഇതിൽ ലൂക്കോനോസ്റ്റോക്ക് ഡെൽബർക്കി എന്ന് ഒരു ഓർഗാനിസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലാക്ടോബാസിലസ് ഡെൽബർക്കി എന്നൊരു ഓർഗാനിസം ഉണ്ട്. പിന്നെ ഈ ഓപ്ഷൻസിൽ ഈ ബാക്കിയുള്ള 3 എണ്ണവും നമ്മുടെ ഫെർമെൻറ്റേഷൻ ഓഫ് സോക്രോട്ടിൽ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, ലൂക്കോനോസ്റ്റോക്ക് ഡെൽബർക്കി. ഇതിൽ ചോദിച്ചേക്കുന്ന ഇതിൽ ഏതല്ല എന്നാണ്, വിച്ച് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ഫെർമെൻറ്റേഷൻ. നെക്സ്റ്റ് ഈസ് ദ എൻസൈം യൂസ്ഡ് ഫോർ ദ ക്ലാരിഫിക്കേഷൻ ഓഫ് ഫ്രൂട്ട് ജ്യൂസ്. ഇൻവേർട്ടേസ്, പെക്ടിനേസ്, പ്രോട്ടേസ്, ലിപ്പേസ്. ആൻസർ ഈസ് പെക്ടിനേസ്. പെക്ടിനേസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പെക്റ്റിൻ ഉണ്ടല്ലോ നമ്മുടെ പെക്റ്റിൻ ഒരു പോളിസാക്രൈഡാണ്, സാധാരണ നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ കാണുന്നതാണ്. അതിനെ ഹൈഡ്രോലൈസ് ചെയ്യുക, ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു എൻസൈമാണ് പെക്ടിനേസ്. അപ്പോൾ പെക്ടിനേസ് ആണ് നമ്മുടെ ഫ്രൂട്ട് ജ്യൂസിൻ്റെ ക്ലാരിഫിക്കേഷന് യൂസ് ചെയ്യുന്ന എൻസൈം. നെക്സ്റ്റ് ഈസ് ടേപ്പിംഗ് ആൻഡ് അരോമ ആർ മെച്യൂരിറ്റി ഇൻഡിസസ് ഓഫ് ജാക്ക് ഫ്രൂട്ട്, വാട്ടർമെലോൺ, ടൊമാറ്റോ, മാംഗോ. ഇവിടെ മാംഗോ ഒക്കെ ടൊമാറ്റോ, വാട്ടർമെലോനൊക്കെ നമ്മുടെ സൈസ് വെച്ചിട്ടും ടേപ്പ് ചെയ്യണ അനുസരിച്ച്, പിന്നെ നമ്മുടെ കളർ ചേഞ്ച് വെച്ച് നോക്കിയിട്ടാണ് അതൊക്കെയാണ് അതിൻ്റെ മെച്യൂരിറ്റി ഇൻഡിസസ്. പക്ഷേ ജാക്ക് ഫ്രൂട്ടിനാണ് നമ്മളിവിടെ ടേപ്പ് ചെയ്തും അരോമയൊക്കെ നോക്കുന്നത്. അപ്പോൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ മെച്യൂരിറ്റി ഇൻഡിസസ് ആണ് അരോമ ആൻഡ് ടേപ്പിംഗ്. നെക്സ്റ്റ് ഈസ് ദ ഇവാപ്പറേറ്റീവ് കൂളിംഗ് സിസ്റ്റം സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ. അപ്പോൾ ഇവാപ്പറേറ്റഡ് കൂളിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ ഉണ്ടല്ലോ, വാട്ടറിന് ഇവാപ്പറേറ്റ് ചെയ്യുന്നത്, ആ ഇവാപ്പറേഷൻ യൂസ് ചെയ്ത് ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നതാണ് ഇവാപ്പറേറ്റീവ് കൂളിംഗ് സിസ്റ്റം. ഇത് നമ്മുടെ സാധാരണ എയർ കണ്ടീഷനിങ്ങിനേക്കാൾ വ്യത്യസ്തമാണ്.
അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒണിയൻ സ്റ്റോറേജിനല്ല അത് യൂസ് ചെയ്യുന്നത്, കൂൾ സ്റ്റോറേജിനും അല്ല, ഇറേഡിയേഷനും അല്ല. പിന്നെ സീറോ എനർജി കൂൾ ചേമ്പേഴ്സിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് വെജിറ്റബിൾസിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഇവാപ്പറേറ്റീവ് കൂളിംഗ് സിസ്റ്റം. അതിലുള്ള ഒരെണ്ണമാണ് സീറോ എനർജി കൂൾ ചേമ്പർ. നെക്സ്റ്റ്, W and O എമുൾഷൻസ് ആർ യൂസ്ഡ് ഇൻ. ഈ എമുൾഷൻസ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്, WOയും OWയും. W എന്ന് വെച്ചാൽ വാട്ടർ ഇൻ ഓയിൽ എമുൾഷൻ, മറ്റേത് ഓയിൽ ഇൻ വാട്ടർ. വാട്ടർ ഇൻ ഓയിൽ എമുൾഷൻസ് എന്ന് പറയുമ്പോൾ വാട്ടറാണ് ഇവിടുത്തെ കണ്ടിന്യൂസ് ഫേസിലുള്ളത്, വാട്ടർ അല്ല, ഓയിലാണ്. പിന്നെ ഇവർക്ക് വാട്ടറുമായിട്ട് പെട്ടെന്നങ്ങ് മിസിബിൾ ആവാനുള്ള കഴിവില്ല, വാട്ടറായിട്ട് മിക്സായി പോയില്ല. അത് എന്തിനാണെന്ന് യൂസ് ചെയ്തേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സ്റ്റോറേജ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫീൽഡ് സ്പ്രേ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, വാക്സിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നൺ ഓഫ് ദ അബോവ്. ഇവിടെ വാക്സസ് ഒക്കെ ഉണ്ടാക്കാനാണ് WO ടൈപ്പ് എമുൾഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. കാര്യം അത് വാട്ടറുമായിട്ട് പെട്ടെന്ന് ലയിച്ചൊന്നും പോയില്ല, അതുകൊണ്ട് വാക്സിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഈസ് ആൻസർ. ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഓഫ് ഓൾ ഫീൽഡ് റാറ്റീസ്. അപ്പോൾ ഇതിൽ ഏതാണ് ഫീൽഡ് റാറ്റ്, ഭയങ്കര ഡിസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന റാറ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ്: മസ് ബുഡൂഗ, റാറ്റസ് നോർവെജിക്കസ്, ബാൻഡിക്കോട്ട ബംഗാലൻസിസ് ആണ് ആൻസർ. ഇത് സൗത്ത് ഏഷ്യയിലൊക്കെ കൂടുതൽ കാണപ്പെടുന്ന ഒരു റാറ്റാണ്. ഈ റാറ്റിൽ നിന്ന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് 40 സെൻറ്റിമീറ്റർ ലോങ് നീളമുണ്ട്. പിന്നെ വാർഫാരിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ഉപയോഗിച്ചാണ് ഇവരെ സാധാരണ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ സസെപ്റ്റബിളാണ് വാർഫാറിന്. അതേപോലെ ട്രിപ്റ്റോലൈറ്റ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്, അത് ഇവർക്ക് സ്റ്റെറിലിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മെഡിസിനാണ്. ഇതാണ് അവർക്ക് റോഡൻറ്റിസൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് റാറ്റാണ് ബാൻഡിക്കോട്ട ബംഗാലൻസിസ്. Next is aflatoxin is a mycotoxin produced by Aspergillus flavus, Fusarium species, Clavicepsis purpura, Aspergillus clavatus. Answer is Aspergillus flavus ആണ് aflatoxins പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും മൈക്കോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ഒരു ടൈപ്പ് ഓഫ് മൈക്കോടോക്സിൻ ആണ് aflatoxin, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന Aspergillus flavus ആണ്. Next question is, Capra beetle is a serious pest of stored rice, wheat, pulses, fruit. Wheat ആണ് ആൻസർ. കാപ്ര ബീറ്റിൽ വീറ്റിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. കാപ്ര ബീറ്റിലിന് വേറെ പേരുണ്ട്, ബിസ്ക്കറ്റ് ബീറ്റിൽ അല്ലെങ്കിൽ ക്യാബിനറ്റ് ബീറ്റിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഇവരെ എങ്ങനെ കൊല്ലും എന്ന് വെച്ചാൽ മീഥൈൽ ബ്രോമൈഡ് യൂസ് ചെയ്ത് ഫ്യൂമിഗേഷൻ നടത്തിക്കഴിഞ്ഞാൽ ഈ കാപ്ര ബീറ്റിൽ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ബീറ്റിൽ അല്ലെങ്കിൽ ക്യാബിനറ്റ് ബീറ്റിലിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാം. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ക്രോണിക് പോയിസൺ ഇൻ റോഡൻറ്റ് കൺട്രോൾ. ഓക്കെ, താലിയം സൾഫേറ്റ്, ബേരിയം കാർബണേറ്റ്, വാർഫാറിൻ, സിങ്ക് ഫോസ്ഫേറ്റ്. നേരത്തെ പറഞ്ഞായിരുന്നു വാർഫാറിൻ അതൊരു ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. അതാണ് ഒരു ക്രോണിക് പോയിസൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് റോഡൻറ്റ് കൺട്രോൾ. നെക്സ്റ്റ് ഈസ് കാലോസോബർച്ചസ് chinensis is a storage pest of wheat, rice, fruit, pulses. ആൻസർ ഈസ് പൾസസിനെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. പൾസസ് ആയിട്ടുള്ള ഗ്രീൻ ഗ്രാം, പീജൻ പീ, ചിക്ക് പീ, ലെൻറ്റിൽസ്, കൗ പീ ഇവരൊക്കെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. കൊമേഴ്സ്യലി ദ മോസ്റ്റ് വയബിൾ മഷ്റൂം വേൾഡ് വൈഡ് ഓവർ ഈസ് ബട്ടൺ മഷ്റൂം, ഓയിസ്റ്റർ മഷ്റൂം, പാഡി സ്ട്രോ മഷ്റൂം, മിൽക്കി മഷ്റൂം. കൊമേഴ്സ്യലി മോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള മഷ്റൂം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് ബട്ടൺ മഷ്റൂം ഈസ് എ ആൻസർ. 17th question. The best disinfectant for the empty store is the use of DDVP, aluminum phosphate, malathion, gamma BSC. അപ്പം ബെസ്റ്റ് ഡിസിൻഫെക്റ്റൻറ്റ് എംറ്റി സ്റ്റോറേജിനുള്ള
ബെസ്റ്റ് ഡിസിൻഫെക്റ്റൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലൂമിനിയം ഫോസ്ഫൈഡ് ആണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയുള്ള 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേരള റിനൈസൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് 2015 ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ ഇനി വരാൻ പോണ എക്സാമിന് ഇതല്ല നമുക്ക് സിലബസിലുള്ളത്. നമ്മുടെ സിലബസിൽ കൊടുത്തേക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വേറെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരു 100 ക്വസ്റ്റ്യൻസിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, MCQs ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനിയുള്ള 10 ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, 81 ക്വസ്റ്റ്യൻ. ഇനി വരാൻ പോണ മെൻ്റൽ എബിലിറ്റി പാർട്ടാണ്. നിങ്ങൾക്ക് സിലബസ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. മെൻ്റൽ എബിലിറ്റിയും ഇംഗ്ലീഷ് ഗ്രാമറുമാണ് നമുക്ക് പിന്നെ ഉള്ള 20 ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ്? 6, 10, 9, 13, 12. നെക്സ്റ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് നോക്കാം, ഇതൊരു 3 ഡിഫറൻസ് വരുന്ന ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അതായത് 6 കഴിഞ്ഞ് പിന്നെ വന്നിരിക്കുന്ന 9 കഴിഞ്ഞ് 3 ഡിഫറൻസ് വന്നിട്ട് 12 ആണ് വന്നിരിക്കുന്നത്. അതേപോലെ 10 അത് കഴിഞ്ഞ് 3 ഡിഫറൻസ് വന്ന് 13 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് 15 ആയിരിക്കും. 15 ഈസ് ദ ആൻസർ. ഇത് ഒരു ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ആണ്. നെക്സ്റ്റ് ഈസ് ദ സം ടു ഇൻഫിനിറ്റി ഓഫ് ദ സീരീസ് 1/2 + 1/4 + 1/8. ഇങ്ങനെ അത് ഇൻഫിനിറ്റി സീരീസ് ആണ്. ഇത് ഒരു നോൺ ആൻസർ ആണ്. എല്ലാ ഇൻഫിനിറ്റി സീരീസിൻ്റെ സം എന്ന് പറയുന്ന 1 ആണ്. നെക്സ്റ്റ് 83th ക്വസ്റ്റ്യൻ. 2015 September 24 is Monday. After 26 days it will be. ഇത് കലണ്ടർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ആൻസർ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ചോദിച്ചേക്കുന്നത് 24 സെപ്റ്റംബർ 2015 മൺഡേ ആണെങ്കിൽ 61 ദിവസം കഴിയുമ്പോൾ ഏത് ദിവസമാണ് വരിക എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ 61നെ നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഈ 7 എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വീക്കിൽ 7 ഡേയ്സ് ആണല്ലോ ഉള്ളത്. അതാണ് 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത്, ആൻസർ അല്ല നമ്മൾ നോക്കേണ്ടത്, റിമൈൻഡർ. ഈ 61നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 5 ആണ്. ആ റിമൈൻഡറിനെ നമ്മൾ എടുത്തിട്ട് മൺഡേയുടെ കൂടെ ആഡ് ചെയ്യുക. അതായത് മൺഡേ + 5, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അങ്ങനെയാണ് നമുക്ക് സാറ്റർഡേ കിട്ടുക. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ട്രെയിൻ, സ്റ്റേഷൻ, ഷിപ്പ്, ഡാഷ്. ഓക്കെ, ട്രെയിൻ എവിടെയാണ് വരിക? സ്റ്റേഷനിലാണ് വരുന്നത്. അപ്പോൾ ഷിപ്പ് എവിടെ ആയിരിക്കും വരിക? ഹാർബർ. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 84th ക്വസ്റ്റ്യൻ. ഇനി ഒരു 15 ക്വസ്റ്റ്യൻസ് കൂടെ ബാലൻസ് ഉണ്ട്. വീഡിയോ ലെന്ത് നന്നായി കൂടിയത് കാരണം നെക്സ്റ്റ് 15 ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി FSOനെ ബേസ് ചെയ്ത് നോട്ട്സ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാ നോട്ട്സ് വേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഞാൻ ടെലഗ്രാം ചാനൽ വഴി തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.